ഇതാണ് വേനൽക്കാലത്തെ അടിമാലിത്തോടിൻ്റെ കാഴ്ച. താഴെ കാണുന്നത് അടിമാലിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണോ പോകുന്നതെന്നോ, ഞങ്ങൾ മുകളിലൊരു ഈ താഴെ വീടുകളിലേക്കൊക്കെ കുറേ ഓസ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അവരൊരു പാറയുടെ പൊത്തിലൊരു നീരുറവയെ കെട്ടി നിർത്തി അവിടെ നിന്ന് ഓസ് ഇട്ടിട്ടാണ് ആ കണക്ഷനിലൂടെയാണ് ഇവിടെ കുറേ വീടുകളിലേക്ക് വെള്ളം കിട്ടുന്നത്. അപ്പോൾ ആണോ, തോട്ടപ്പുഴൊക്കെ ഉണ്ട് അല്ലേ? ആ, പാമ്പുണ്ടോ? പാമ്പുണ്ടോ? ചെറിയ ചെറിയ പാമ്പുകളുണ്ട്. അപ്പം നമ്മൾ നടക്കാതിരിക്കുമെന്ന് ഓർത്തെ ഇത്രേ ഓസുകൾ ഇതികൂടെ പോകണ്ടടി. എത്ര ഓസുകളാന്ന് നോക്കി ഇതിലൂടെ പോയേക്കുന്നേ. എടി ഞാനീ അങ്ങോട്ട് ചാടണോ? നോക്ക, ഇതേ പാറയുടെ മുകളിലൊരു വീടൊക്കെ കണ്ടോ? അത് ടാങ്ക്, അത് വീടാണ്. ഈ ടാങ്കിൽ നിന്നാണ് എല്ലാവർക്കും വെള്ളം പോണേ അല്ലേ? ഈ ടാങ്കിലേക്ക് വരുന്ന ഓസ് ഏത് ഗുഹയിൽ നിന്നാണ്, നീരുറവയിൽ നിന്നാണ് ഇട്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ വെള്ളം ആരുടെ പൊട്ടി പോകുന്നുണ്ടോ? അതെന്താ ചാടി നിർത്തിക്ക്? ആ ചേട്ടനെ ഞാൻ അമ്മോളോട് പറഞ്ഞിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഒരു ഗുഹയുടെ ഉള്ളിൽ ഞാൻ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഇത്താടെ കൂടിയാണ്, വലിയത്തിത്താടെ കൂടിയാണ് പോയെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സ്ഥലവും മറന്നുപോയി, അതെല്ലാം മറന്നുപോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ആളുകളോട് ചോദിച്ചാണ് ആ കയറി വരുന്നത്. ആ ഗുഹ കണ്ടെത്താൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചയൊക്കെ ഇവളെയും കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവളൊക്കെ ജർമ്മനിയിൽ പോയി കഴിയുമ്പോൾ പിന്നെ എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ ഇത് കാണിച്ചു തരണമെന്നാണ് അവൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങളത് കാണാൻ പോവുകയാണ്. നമ്മളും ഇവിടെ കുത്താൻ വരണമല്ലോ എന്നെങ്കിലും. എൻ്റെ മേത്തേക്ക് നനയ്ക്കുന്നുണ്ടോ? നീ മാറിക്കോടണോ? കളഞ്ഞു. എടി അവിടെയൊന്നും വിറയിലൊന്നും തൊടല്ലേ. സാധാരണ ആളുകൾ താഴേക്ക് അവരുടെ വീടുകളിൽ വെള്ളം എത്താതെ വരുമ്പോഴാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇവിടെ എവിടെയെങ്കിലും പൊട്ടിക്കിടക്കുന്നുണ്ടാവുമെന്ന് കരുതിയാണ് കയറി വരുന്നത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ കയറി വന്നപ്പോഴും യാദൃച്ഛികമായിട്ടൊരു ഓസ് പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ കൂട്ടി വിട്ട ദൃശ്യങ്ങളൊക്കെയാണ് നിങ്ങളെ കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും നനഞ്ഞു. ആനക്കൊണ്ട ഇവിടെയായിരുന്നു ഗൈസ്. ആനക്കൊണ്ട സൂ അങ്ങനെ പിടിക്കേണ്ട. മറ്റേ 4 മണിയായതുള്ളൂ. ഒരു ദിവസം ഇനി ഒന്നും കൂടെ വരണം. എന്നിട്ട് നമുക്ക് കയറണം. മനസ്സിലായോ? കീരിയോ? ഇവിടെയായിരുന്നു ഗൈസ് ആനക്കൊണ്ട. നമുക്ക് റൂമൊക്കെ നമുക്ക് ഇവിടെ ഒരു ഫ്ലോറോ പണിയാം കേട്ടോ. ചുമ്മാതാ ഇവിടെ ബെഡൊക്കെ ഇട്ട് നല്ല സുഖം. ഇവിടെ അതിപുരാതനമായ എൻ്റെ അപ്പൂപ്പന്മാരൊക്കെ ഒളിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അവർ വലിയ അല്ല, അവർ വലിയ കൊള്ള സങ്കേതക്കാരായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ ഇവിടെ കുറെ മരതകങ്ങളും എടി മറ്റേ ചുമന്നതിൻ്റെ പേരെന്താ, വേറെ റൂബി, ഡയമണ്ട്സ്, അങ്ങനെ എണ്ണാന